എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോ രണ്ട് പേരുടെ കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് പേരാണ്. ഒരാൾ ബോബി ചെമ്മണ്ണൂർ അറിയപ്പെടുന്ന ബോച്ചെ, മറ്റൊരാൾ മറുനാടൻ മലയാളി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഉടമ ഷാജൻ സ്കറിയ. ഈ രണ്ട് പേരും കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവർ തുടക്കമിട്ട് എനിക്കൊന്ന് ഷാജൻ സ്കറിയാന്ന് തോന്നുന്നു. ഇവർ എന്താ കാരണങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇവർ 5-ാം തീയതി, ഈ പറയുന്ന 5-ാം തീയതി ഷാജൻ സ്കറിയയുടെ സ്റ്റുഡിയോയിലേക്ക് ബോബി ചെമ്മണ്ണൂറിനെ ക്ഷണിക്കുന്നുണ്ട്. ക്ഷണിച്ച് അവർ എന്താ സംഭവങ്ങളൊക്കെ നിരത്തി ഒക്കെ ചെയ്യും. എന്താ ഈ പറയുന്ന മറുനാടൻ കൊടുത്തേക്കുന്ന വാർത്തകളൊക്കെ തെറ്റാണെന്ന് ബോബി ചെമ്മണ്ണൂർ അവതരിപ്പിക്കും. തുടർന്ന് ബോബി ചെമ്മണ്ണൂർ അപ്പം രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും. വളരെ ഏതാണ്ട് ഗുസ്തി മത്സരം പോലെ സംഭവമാണ്. ജയിച്ചു കഴിയുമ്പോൾ ഒരാൾ സംഭവം എല്ലാം നിർത്തി പോവും. ഒന്നീ ബോബി ചെമ്മണ്ണൂർ ബിസിനസ് എല്ലാം നിർത്തിപ്പോവും, അല്ലെങ്കിൽ മറുനാടൻ മലയാളി ഈ വാർത്ത എല്ലാം നിർത്തി പുള്ളി വേറെ പരിപാടിക്ക് പോവും. ഈ രണ്ട് പേരും കേരളത്തിലെ ജനങ്ങളെ പച്ച മലയാളത്തിൽ പറഞ്ഞ വേറൊരു വാക്കുണ്ട്, അതിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ വാക്ക് പറയും, പറ്റിക്കുകയാണ്. കാരണം രണ്ട് പേരും എന്നാ കാണിക്കുന്നതെന്ന് ഈ മലയാളികൾക്കെല്ലാം അറിയാം. ബോബി ചെമ്മണ്ണൂർ കിടന്ന് കാണിക്കുന്നതും അറിയാം, ഷാജൻ സ്കറിയ പറഞ്ഞു നടക്കുന്നതും അറിയാം. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഈ 5-ാം തീയതി എന്ന് പറഞ്ഞൊരു ഡേറ്റും പറഞ്ഞ് മനുഷ്യനെ പൊട്ടം കളിപ്പിക്കുക. ഈ സമയത്ത് ആർക്കെങ്കിലും ഈ 5-ാം തീയതി എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോ ആരും കാണരുത്. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും പാവങ്ങളുടെ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടോ ഒക്കെ യൂട്യൂബിലോ അവിടെ ഇവിടെയൊക്കെ കാണും, അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഒരിക്കലും യുവമാരുടെ വീഡിയോ കാണരുത്. കാരണം രണ്ടുപേരും പക്ക ബിസിനസ് മൈൻഡുള്ളവരാണ്. കേരളത്തിലുള്ള 2.5-3 കോടി ജനങ്ങളെ വർഷങ്ങളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ്. പറ്റിച്ചെന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ ഇവർ ഓരോന്നൊക്കെ പറയും, അവിടെ ഇടും, അത് ജനങ്ങൾ കാണും. ജനങ്ങൾ കുറച്ച് പേര് വിശ്വസിക്കും, കുറച്ച് പേര് വിശ്വസിക്കാതിരിക്കും. ഇപ്പം ഷാജൻ സ്കറിയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളി എന്ന ചാനലിനെ കുറിച്ച് ഒത്തിരി പരാതികളൊക്കെ ഉണ്ട്. ചില വ്യാജ വാർത്തകളിടും, ചിലർ നല്ലതിടും. നമുക്ക് ഇത് വാർത്ത ഇപ്പം വ്യാജമാണോ നല്ലതാണോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇവർ ചെയ്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഇതിനൊന്ന് ട്രേസ് ചെയ്തതിനൊന്നും എന്തോ ഇവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു. നമുക്ക് തിരിച്ച് കമൻറ്റിലൂടെ എങ്ങാണ്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ എന്നല്ലാതെ ഇത് മാറ്റാനോ അവരെയൊന്നും കാണാൻ പോലും നമുക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ വലിയൊരു ഇൻ്റർനാഷണൽ, എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ഒരു ബിസിനസ്മാനാണ്. ഇൻ്റർനാഷണൽ ബിസിനസ്മാനാണ്. കാരണം ലോകത്തിലെ പല സ്ഥലത്തും ഉള്ള ഒരു വലിയൊരു ബിസിനസ്മാൻ. അപ്പം ഇവരെ രണ്ടുപേരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അമ്മനും തൊമ്മനും കളിച്ച് ഇവർ അത് ഇത് വീഡിയോയും ചെയ്ത് ഷാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളിക്ക് റീച്ചും കിട്ടും, ബോബി ചെമ്മണ്ണൂറിൻ്റെ ഇൻ്റർനാഷണൽ ജുവലേഴ്സിനും റീച്ച് കിട്ടും. രണ്ടുപേരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള പരിപാടി തന്നെ. അല്ല പിന്നെ ഇങ്ങനെ രണ്ടുപേരും അത് കീരിയും പാമ്പും നിന്നെടുത്ത് പിന്നെ അത് ഇപ്പം രണ്ടുപേരും ഒന്നായിക്കൊണ്ട് അവിടെ സ്റ്റുഡിയോയിൽ വന്നു. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും കൂടെ ഒത്തുകൊണ്ട് ഈ 5-ാം തീയതി വരത്തുമില്ല, ഇവർ ഒരു സംഭവം നടത്തത്തുമില്ല. ഇതൊക്കെ വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയൊക്കെ ഓരോ പരിപാടികളാണ്. നമുക്കറിയാമല്ലോ. നമുക്ക് ഈ ഷാജൻ സ്കറിയയുടെ ചാനൽ മറുനാടൻ മലയാളി ഞാൻ മിക്കപ്പോഴും കാണും. മിക്കപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് പരിപാടികളും സംഭവങ്ങൾ നല്ല സ്റ്റാൻഡേർഡ് കൊള്ളും. കാരണം ആദ്യം മുതലേ ഞാൻ കാണുന്ന അദ്ദേഹത്തിൻ്റെ ചാനൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അന്ന് പണ്ട് വേറൊരു രീതിയിലൊക്കെ ആയിരുന്നു ഈ ചാനൽ. ഇപ്പോഴാണ് ഇച്ചിരി സ്റ്റാൻഡേർഡ് സംഭവം, ഒരു വലിയൊരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ചാനൽ രീതിയിലൊക്കെ വരുന്നത്. അതിന് മുമ്പേ ഇദ്ദേഹത്തിൻ്റെ ചാനൽ ഞാൻ കാണുമായിരുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗത്തിനും ഇങ്ങനെയൊന്നും പോകാതെ ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ രണ്ടുപേരും ചെയ്തു പോവുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഈ ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞാൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമം ചെയ്യുന്ന ഒരു പരിപാടി, ഇപ്പം നമ്മളിപ്പം സാധാരണക്കാർ ചെന്ന് കുഴി ചാടണ്ടാത്ത പല കാര്യങ്ങളും ഈ മറുനാടൻ
മലയാളിയിലെ വാർത്തയിൽ ചിലതിലൊക്കെ ഉണ്ട്. സാധാരണക്കാരെ പറ്റിക്കുന്ന പല പരിപാടിക്കെതിരെയും അയാൾ അതിൽ ചെന്ന് ചാടരുതെന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പ്. നമുക്കിപ്പോൾ നേരിട്ട് വലിയ ബിസിനസ്മാന്മാരോടൊന്നും അവർ അതിനകത്ത് ചെന്ന് ചാടല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇയാളൊരു ഹിൻഡ് എന്നൊക്കെ ചാടല് എടുക്കല് എന്നൊക്കെ പറഞ്ഞാൽ ജനറൽ നോളജ് കിട്ടുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. കഴിഞ്ഞ ദിവസം എന്തുവാണോ ഒരു റഹീമിൻ്റെ കാര്യവും ഭയങ്കര 42 കോടിയുടെ അടുത്ത് കളക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പം അതേ സംബന്ധിച്ച് ഈ ഷാദിസ്കർ ഈ ബോബി ചെമ്മണ്ണൂരും രണ്ടുപേരും സമൂഹത്തിന് വേണ്ടവരാണ്. രണ്ടുപേരും ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പം സമൂഹത്തിൽ തെറ്റുകാരും കുറ്റക്കാരും കൊലപാതകികളും എല്ലാവരും വേണം. അല്ല, കൊലപാതകളല്ല, എല്ലാ മൈൻഡുള്ള ആൾക്കാരും വേണം. അവരെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് ഏകീകരിപ്പിച്ചുകൊണ്ട് പോകുന്ന രണ്ടുപേരിപ്പം ഒരാളെ ഇപ്പം ബോബി ചെമ്മണ്ണൂർ ഇത് പറഞ്ഞ് ഇതെല്ലാം നിർത്തുക എന്ന് പറഞ്ഞാൽ എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെടും. എത്രയോ പേരുടെ ചിലപ്പം ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഷാദിസ്കറിയ പറയാം, ഞാൻ ഇനി മുതൽ ഈ ചാനൽ പൂട്ടിക്കെട്ടി പോകാമെന്ന് പറഞ്ഞാലും എന്തെല്ലാം ചിലപ്പം മറ്റ് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ കൊടുക്കാത്ത പല വാർത്തകളും അദ്ദേഹത്തിൻ്റെ ചാനലിലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം മെയിൻ സ്ട്രീം ഇപ്പം നമ്മുടെ മെയിൻ സ്ട്രീമായ ഏഷ്യാനെറ്റ്, അതുപോലെ മാതൃഭൂമി ന്യൂസ്, അവരൊന്നും കൊടുക്കാത്ത പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഞാൻ പറയാം. ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഈ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ ചെറിയ തോതിൽ ഒരു 2 മിനിറ്റത്തെ വാർത്തയായിട്ട് പറയുന്ന കാര്യങ്ങൾ മറുനാടനായി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ കാര്യകാരണ സഹിതം നമ്മളെ പല സംഭവങ്ങളും അറിയിക്കാറുണ്ട്. ചിലതൊക്കെ തെറ്റുമായിരിക്കും. അതിപ്പം നമ്മളെല്ലാ മനുഷ്യരും അങ്ങനെ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാകും. ആ പുള്ളിയും വേണം സമൂഹത്തിൽ. ഇപ്പം നമ്മൾ ബഹുമാനായ ഉമ്മൻചാണ്ടി പറഞ്ഞ അസഹിഷ്ണുത, നമ്മളെല്ലാം സമൂഹത്തിൽ എല്ലാവരും വേണം. നമ്മളെക്കുറിച്ചൊരു അപവാദം പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനും, അല്ലെങ്കിൽ അത് നമ്മുടെ തെറ്റ് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സമൂഹം നന്നാകുന്നത്. അല്ലാതെ തെറ്റ് ചെയ്യുന്നവരങ്ങ് ചെയ്യുമ്പോൾ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് സമൂഹത്തിന് വേറെന്തോ നല്ലതല്ലാത്ത ഒരു പോക്കിലേക്ക് പോകുന്നത്. 100% തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് ഈ മറുനാടൻ. എന്നിരുന്നാൽ ഇവർ രണ്ടും ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ കളരിപ്പയറ്റം നടത്തേണ്ട കാര്യമില്ല. രണ്ടുപേർക്കും അവരുടേതായ ജോലി ചെയ്ത് അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പയറ്റം നടത്തിയൊന്നും ജനങ്ങളെ മണ്ടന്മാരാക്കേണ്ട കാര്യമില്ല. കാരണം അവർ ബിസിനസ് ചെയ്യുന്നു. ബോബി ചെമ്മണ്ണൂർ അയാളുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. മറുനാടൻ മലയാളി അയാളുടെ വാർത്തയും ജോലിയും ചെയ്യുന്നു പോകുന്നു. രണ്ടുപേരും സ്റ്റുഡിയോയിൽ വന്നിരുന്നു. ഇനി നാളെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. രണ്ടുപേരും രണ്ടുപേരുടെ ജോലിക്ക് പോവുക. ഇത് കണ്ടപ്പം പറയാതിരിക്കാൻ ആണോയെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അപ്പം എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഇത് ചില മനുഷ്യർക്കൊക്കെ ഒന്നും വിവരമില്ല. ചിലർ ഈ സംഭവം എന്നാന്ന് ചോദിച്ചാൽ ഞാനിത് പറയാനുള്ള ഏക കാരണം, ഞാൻ ഒരു വാർത്തയുടെ അടിയിൽ കമൻറ്റ് വായിച്ചപ്പം മറുനാടനെ ഞങ്ങൾ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞു. മറുനാടൻ എന്തോ തെറിയൊക്കെ ആ പുള്ളിക്കാരനെ തെറിയൊക്കെ പറയുന്നത്. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ബോച്ചയുടെ 2 പേർക്ക് അറിയാത്തവരാ ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പം സാധാരണ ആൾക്കാർക്ക് ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ സാധാരണക്കാരിപ്പം ചിലപ്പോൾ ആ കമൻ്റ് എഴുതിയാൽ ചിലപ്പം ഇപ്പം മറുനാടനല്ലേ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇൻ്റർനാഷണൽ ഫാൻസിൻ്റെ ആൾക്കാരായിരിക്കും. പാവം മറുനാടനെ വർദ്ധിക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തീക്ഷ്ണമായ ഒരു ഫാൻ ബേസ് ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം. അത് നിസ്സാരമായിട്ട് അവർ എന്തോ പറഞ്ഞു, അവർ അതിൻ്റെ കാണിച്ചു പോകുന്നു. ഇപ്പം മനുഷ്യരാണ് കേരളത്തിലുള്ള എല്ലാവരും ഇവരുടെ ഈ കോപ്രായങ്ങളും ഒന്നും കണ്ടുകൊണ്ടിരിക്കാനൊക്കെ സമയമില്ല. അവർക്ക് അവരുടേതായ ജോലിയുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിലാണ് ഈ മറുനാടനും ഈ ബോബി ചെമ്മണ്ണൂരും കാണിക്കുന്നതും ഈ പറയുന്ന ഞാൻ കാണിക്കുന്നത് എല്ലാവരും നമ്മളെല്ലാം കാണുന്നത്. അല്ലാതെ ഇവരെ പേഴ്സണലി ആർക്കും ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടാവും.